ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. ആചാര്യസന്നിധിയിൽ ആയിരങ്ങൾ ഹരിശ്രീ കുറിച്ചു. ഭാഷാപിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ തിരുത്തുഞ്ചൻ പറമ്പിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ ആയിരങ്ങളെത്തി. വിജയദശമി ദിനത്തിൽ പുലർച്ചെ 5 മണിയോടെയാണ് എഴുത്തിനിരുത്തൽ ചടങ്ങ് ആരംഭിച്ചത്. തുഞ്ചൻ കൃഷ്ണശിലാ മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്താശന്മാരും സരസ്വതി മണ്ഡപത്തിൽ മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുമാണ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ച് നൽകിയത്. ഭാഷാപിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ തിരുത്തുഞ്ചൻ പറമ്പിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ ആയിരങ്ങളാണ് എത്തിയത്. ഹരി ശ്രീ ധ ന പ ത യേ പുലർച്ചെ 5 മണിയോടെ എഴുത്തിനിരുത്തൽ ചടങ്ങ് ആരംഭിച്ചു. അരിയിട്ട വെള്ളിത്തളികയിൽ ഇളം വിരൽത്തുമ്പുകൊണ്ടും കുഞ്ഞിളം നാവിൽ തുമ്പിൽ പവിത്ര മോതിരം കൊണ്ടും കുരുന്നുകൾക്ക് ആചാര്യസന്നിധിയിൽ ഹരിശ്രീ കുറിച്ച് നൽകി. ലോകത്ത് തന്നെ തിരൂരിൽ നടക്കുന്നത് പോലെ ഇങ്ങനെ ഒരു അക്ഷരോത്സവം നടക്കുന്നില്ല. ആദ്യത്തെ അക്ഷരം കുറിക്കാൻ വേണ്ടി ഒരു മഹാ ഉത്സവമായിട്ടാണ് ജനങ്ങൾ തിരൂരിലെത്തുന്നത്. തിരൂരുകാർ എന്നും കാണുന്നതാണ്. വെട്ടത്ത് നാടിന് പ്രകാശഭൂമി എന്നാണ് പേര്. വെളിച്ചത്തിൻ്റെ ഭൂമി, അറിവാണ് വെളിച്ചം. 16-ാം നൂറ്റാണ്ടിൽ തുഞ്ചത്താചാര്യൻ ജാതി മത വർണ്ണവർഗ ലിംഗഭേദമേതുമില്ലാതെ അറിവ് അന്വേഷിച്ചു വരുന്നവർക്കൊക്കെ അറിവ് സ്വതന്ത്രമാക്കി കൊടുത്തു. ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷമാണ് തുഞ്ചൻ പറമ്പിൽ ഇപ്പോൾ നടക്കുന്നത്. ഒരർത്ഥത്തിൽ ലോകത്തെവിടെയില്ല അക്ഷരം കുറിക്കുന്നത് ഒരു ഉത്സവമായിട്ട് ലോകത്തൊരു ജനതയും ഏറ്റെടുത്തിട്ടുണ്ട്. മലയാളികൾ പൊതുവെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. നമ്മുടെ നവോത്ഥാനത്തിൻ്റെ സന്ദേശം തന്നെ വിദ്യ നേടുക, പ്രചരിപ്പിക്കുക എന്നാണ്. പുലർച്ചെ 5 മണി മുതൽ എഴുത്തിനിരുത്തൽ ചടങ്ങ് ആരംഭിച്ചിരുന്നു. തുഞ്ചൻ കൃഷ്ണശിലാ മണ്ഡപത്തിലും സരസ്വതി മണ്ഡപത്തിലുമായാണ് എഴുത്തിനിരുത്തൽ നടത്തിയത്. തുഞ്ചൻ കൃഷ്ണശിലാ മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്താശന്മാരും സരസ്വതി മണ്ഡപത്തിൽ സാഹിത്യകാരന്മാരും കുട്ടികളെ എഴുത്തിനിരുത്തി. അപ്പോൾ ഇന്ത്യയിലെ മറ്റു ഭാഷകളിലെ, ലോകത്തെ തന്നെ പല ഭാഷകളിലെയും എഴുത്തുകാർ ഇവിടെ വരികയും ഈ അത്ഭുതകരമായ കാഴ്ച കാണുകയും ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ആരുടെയും ഭാഷയിൽ ഇങ്ങനെ എഴുത്താണ് എഴുന്നള്ളിപ്പില്ല. അത് മലയാളത്തിൻ്റെ ഒരു സവിശേഷതയാണ്. മാത്രമല്ല, ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ കർമ്മമാണ് എഴുത്തിനിരുത്ത്. അതുകൊണ്ടാണ് അച്ഛനും അമ്മയും അതുപോലെ ഉപ്പയും ഉമ്മയും അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഈ കാര്യത്തിനായിട്ട് ഇവിടെ വരുന്നത്. കൃഷ്ണശിലാ മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്താശന്മാരായ മുരളീധരൻ വഴുതക്കാട്, പി സി സത്യനാരായണൻ, പ്രദോഷ് പണിക്കർ എന്നിവരാണ് കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ച് നൽകിയത്. സരസ്വതി മണ്ഡപത്തിൽ മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരായ ആലങ്കോട് ഇല്ലാകൃഷ്ണൻ, മണമ്പൂർ രാജൻബാബു, ഡോക്ടർ അനിൽ വള്ളത്തോൾ, ടി ഡി രാമകൃഷ്ണൻ, ഡോക്ടർ സി രാജേന്ദ്രൻ, കെ വെങ്കിടാചലം, കെ വി തോമസ്, ഡോക്ടർ രഘുറാം, ഡോക്ടർ പി ഉഷ തുടങ്ങി 40-ലധികം സാഹിത്യകാരന്മാരാണ് കുട്ടികൾക്ക് ഹരിശ്രീ കുറിച്ച് നൽകിയത്. എന്നിവരാണ് സൗജന്യ